അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഹല്ലേലൂയ. ഒരു വലിയ മർമ്മം അവിടെ കിടപ്പുണ്ട്. അത് വചനത്തിന്റെ ജ്ഞാനമുള്ളവർ മാത്രമേ അത് പറഞ്ഞു തരാറുള്ളൂ. തമിഴ് ബൈബിളിലെ ഒന്നല്ലേ തമിഴ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ ഉള്ളവരായി ജനപ്രകാരം നടക്കാതെ ആത്മപ്രകാരം നടക്കുന്നവർ. അതിന്റെ തർജ്ജമയാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. അതിന്റെ തർജ്ജമയാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക്. ഇവിടെ എന്താ എഴുതി വെച്ചേക്കുന്ന മലയാളത്തിൽ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അവർ രക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ട് ക്രിസ്തുവേശുള്ളവരായി ഇനി ശിക്ഷാവിധി ഒന്നുമില്ല, പാട്ടും പാടി അടക്കാനാണ്. ഇവിടെ രക്ഷിക്കപ്പെട്ട നീ ആത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ നിനക്ക് ശിക്ഷാവിധി ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. തമിഴും ഇംഗ്ലീഷും അത് വ്യക്തമായി പറയുന്നുണ്ട്. ഈ ബൈബിളിന്റെ വിവർത്തനങ്ങളും ഇതിന്റെ തർജ്ജമകളൊക്കെ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ മേനോന്മാരും അതുപോലെയുള്ള യാതൊരു ബോധവും ഇല്ലാത്തവരാണ് ഇത് എഴുതിയത്. അതുകൊണ്ട് അങ്ങനെ കുറെ അക്ഷരപ്പിശകളിൽ ആദ്യമായിട്ട് ബൈബിൾ പ്രിന്റ് ചെയ്തത് തമിഴ് ഭാഷയിലാണ്. തമിഴ് ഭാഷയിൽ ഗ്രീക്ക് ഭാഷയിലാണ്. അതാണ് കൃത്യമായിട്ട് വരാനുള്ള കാരണം. ശരിയായ തർജ്ജമയിൽ നിന്ന് നമുക്കത് പഠിക്കുമ്പോൾ റോമാലേഖനം 8-ന്റെ വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അമേരിക്കയിൽ നിന്നൊരു ആന്റി എന്നെ വിളിച്ചു ചോദിച്ചു, ഈ റോമാലേഖനം 8-ാം അധ്യായം പാസ് എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അവർ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിച്ചു നോക്കാം. അവർ വായിച്ചാൽ അവർ പറയും ശരി, അയ്യോ ഞങ്ങളിത് ഇപ്പോഴാണ് അറിയുന്നുണ്ട്, ഞങ്ങളിത് ഇപ്പോഴാണ് അറിയുന്നേ. അപ്പോ ഒരു ഗുരുവിൽ നിന്ന്, ദൈവവചനം പഠിച്ച ഒരു ഗുരുവിൽ നിന്ന് നമ്മളിത് കേൾക്കുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത്. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി എന്ന് ഇല്ലെന്നല്ല എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാംശം പ്രാപിക്കണം. ആത്മാഭിഷേകം പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ഒരു ശിക്ഷാവിധി. ജഡം മുഴുവൻ പോകും. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. പുതിയ നിയമസഭയുടെ ഉപദേശം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിന് ശേഷമാണ് സ്തോത്രം അപ്പോസ്തലന്മാരുടെ നമുക്ക് ലഭ്യമാണ്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത പ്രമാണങ്ങളാണ്. അത് ഇസ്രായേൽ ജനത്തിന് മാത്രം കൊടുത്ത പ്രമാണങ്ങളായിട്ട് പഠിച്ചാലും നമ്മളത് തെറ്റിപ്പോകും. 9 യുഗങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, ന്യായപ്രമാണ യുഗം, അങ്ങനെ പല യുഗങ്ങളെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഓരോ യുഗങ്ങൾക്ക് ഓരോ പ്രമാണം കൊടുത്തു. എന്നാൽ ഈ കൃപായുഗത്തിലുള്ള പ്രമാണം ഏതാ? അതുപോലും അറിയാത്ത വിശ്വാസികളൊന്നുണ്ടെന്നുള്ളതാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, വായിക്കാൻ സമയം എടുക്കും, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അപ്പൊ നമ്മൾ നിവർത്തിക്കേണ്ട ഏത് പ്രമാണമാണ്? ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, മോശ ന്യായപ്രമാണമല്ല. എം ജോസഫ് എന്ന് പറഞ്ഞ IPCയിലെ കരുത്തനായ ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം പറയും, എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ എടുത്തു പറയുന്നത് അത് ജനമല്ല കേൾക്കട്ടെന്ന് കരുതിയിട്ടാണ്. സങ്കീർത്തന പുസ്തകങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല. എത്ര സത്യമാണ്! സങ്കീർത്തന പുസ്തകം വേദപുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രസംഗമില്ല. അപ്പൊ പ്രസംഗം മുഴുവൻ സങ്കീർത്തനം. സങ്കീർത്തനം ഏത് കാലഘട്ടത്തിൽ രചിച്ചതാ പറഞ്ഞോ? ന്യായപ്രമാണ കാലഘട്ടത്തിൽ. സങ്കീർത്തനത്തിലെ പ്രധാന ഉപദേശങ്ങൾ പഠിച്ചു വരുമ്പോ എന്താ? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. സ്തോത്രം. 109-ാം സങ്കീർത്തനം നടത്താട്ടെ. നമ്മളൊക്കെ കുറച്ചുപേര് കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കുന്നവരുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി പോകാനായിട്ട്. 109-ാം സങ്കീർത്തനം. ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു തന്നപ്പോൾ ഞങ്ങൾ വരെ ഞെട്ടിപ്പോയി. കാരണം ഇതൊന്നും ആർക്കും അറിയത്തില്ല. അതിൽ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 4 മുതൽ വായിക്കാം. കുറച്ച് ഇതിൽ കൂടി വായിക്കാം. എന്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദ്വേഷവും അവൻ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവന്റെ മേൽ ഒരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവന്റെ വലതുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവന്റെ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവന്റെ പ്രാർത്ഥന
പാപമായി തീരട്ടെ. കൂട്ടു സഹോദരന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. കൂട്ടുകാരന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തന് ഏൽക്കട്ടെ. കേട്ടോ, അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയും ആയി തീരട്ടെ. കൂട്ടു സഹോദരന്റെ ഭാര്യ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി തീരട്ടെ. അടുത്ത് അവന്റെ മക്കൾ അകന്ന് തെണ്ടി നടക്കട്ടെ. കൂട്ടു സഹോദരന്റെ മക്കൾ തെണ്ടി നടക്കട്ടെന്ന്. തങ്ങളുടെ ശൂന്യ ഭവനങ്ങളെ വിട്ട് ഇടന്നു നടക്കട്ടെ. മതി മതി മതി. എന്റെ അവസാനം അവന്റെ സന്തതി മുടിഞ്ഞു പോട്ടെ. കടക്കാരൻ അവനുള്ളവർക്കെയും കൊണ്ടുപോകട്ടെ. മതി, സഹിക്കാൻ പറ്റുന്നില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഒരിക്കലും പ്രായോഗികമല്ല. ദൈവമക്കളെ, സങ്കീർത്തനത്തിന്റെയും ന്യായപ്രമാണത്തിന്റെയും വ്യവസ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ഹൃദയത്തിൽ വേദനയായി മാറും, നോവായിട്ട് മാറും. കൂടെയുള്ള സഹോദരനെ, കൂട്ടു സഹോദരനെ ശപിക്കുകയും അവൻ നശിച്ചു പോകട്ടെ എന്ന് പറയുകയും അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ, അവർ തെണ്ടി നടക്കട്ടെ എന്ന് പറയുന്ന ന്യായപ്രമാണത്തിന്റെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ന്യായപ്രമാണത്തിലെ വ്യവസ്ഥിതികൾ. അതാണ് ഇന്ന് ഇസ്ലാം മതവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ന്യായപ്രമാണത്തിന്റെ വ്യക്തത നമ്മളിത് മനസ്സിലാക്കാത്തിടത്തോളം കാലം സ്തോത്രം, നമുക്ക് കാര്യങ്ങളുടെ വ്യക്തമായ രൂപരേഖ കിട്ടത്തില്ല. നമ്മൾ മനസ്സിലാക്കും. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിക്കണം. മത്തായി 5-ാം അധ്യായം വായിച്ചവർ എത്ര പേരുണ്ട്? മത്തായി 5 വായിച്ച എത്ര പേരുണ്ട്? മത്തായി 5-ാം അധ്യായം വായിച്ച എത്ര പേരുണ്ട്? കൈവക്കി, ഒന്ന് കൈവക്കി. എല്ലാവരും വായിച്ചു. 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഞാനോ നിങ്ങളോട് പറയുന്നു. ഇതൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ. നമ്മൾ ഈ പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നമ്മൾ മനസ്സിലാവും. അപ്പൊ പിന്നെ നീ എന്താ നമ്മൾ വായിച്ചത്? ഞാനതൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാൻ വേണമെങ്കിൽ. അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചത്. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തതും. ഈ പൂർവന്മാരെന്ന് പറഞ്ഞാൽ അത്ഭുതന്മാരുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാക്കി തീർപ്പ്. പുതിയ അവസ്ഥ. അവിടെ കൊലപാതകം ചെയ്താൽ മതി, ഇവിടെ പക വെച്ചോണ്ടിരുന്നാൽ മതി. അതുകൊണ്ട് ഞാൻ വിശ്വാസികളോട് പറയുന്നത്, ആരോടെങ്കിലും ഇത്തിരി നീരസം ഉണ്ടായിട്ട് പക വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങ് മാറ്റിയേക്കണം. പകയുടെ അവസ്ഥ മാറിയിട്ട് കർത്താവേ അവരെ സ്നേഹിപ്പാനുള്ള കൃപ തരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചോണം. ഇവിടുത്തെ വിഷയം ന്യായപ്രമാണം രക്തത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ, പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്ന പ്രാർത്ഥന പോലും ദാവീദ് ചെയ്തു. പല ഭക്തന്മാരും ചെയ്ത ചരിത്രം പുസ്തകത്തിലുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്നാൽ അതിനെ മുഴുവൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് അഴിച്ചു പണിയുക ചെയ്യും. വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇനി അടുത്ത് അതിന്റെ 33-ാം വാക്യം. കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തതിന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, അശേഷം സത്യം ചെയ്യരുത്. ഇനി 38-ാം വാക്യം. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. അടുത്ത്, നിന്റെ വലം ചെവിട്ട് തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാനിച്ചിരിക്കുന്നവന് പുതപ്പും വിട്ടുകൊടുക്കുക. ഇനി അടുത്ത 43-ാം വാക്യം. പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പൊ പുതിയ നിയമ പ്രമാണം എന്താണെന്ന്, പുതിയ നിയമ വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ റോമർ 8-ലേക്ക് ഞാൻ മടങ്ങി വരുന്നു വേഗത്തിൽ. റോമർ 8-ൽ പറയുന്നു, ക്രിസ്തുയേശുവിനുള്ളവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്ന് ഇല്ലെന്നല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമുക്ക്, ക്രിസ്തുയേശുവിലുള്ള ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമുക്ക് ശിക്ഷാവിധിയില്ല. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ലെങ്കിലോ പറഞ്ഞു ശിക്ഷാവിധിയുണ്ട്. ശിക്ഷാവിധി അകപ്പെടും.
അപ്പൊ ആ ബൈബിളിനെ അങ്ങനെ നമ്മൾ തിരുത്തി പഠിപ്പിച്ചില്ലെങ്കിൽ എന്താ പറ്റും? ജനം, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് എന്നൊരു സഹോദരി വിളിച്ച്, ഈ വചന വെളിപ്പാട് എങ്ങനെ കിട്ടി പാസ്റ്റർ? അത് നിങ്ങളുടെ മൂലഭാഷ എടുത്ത് നമ്മൾ വായിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. KJV ട്രാൻസ്ലേഷൻ എടുത്തിട്ട് അതിന്റെ മലയാളവും തമിഴും പല ഭാഗങ്ങൾ എടുത്ത് വായിച്ചു നോക്കി കിട്ടും. അപ്പൊ അവർക്കത് മനസ്സിലായി. അപ്പൊ ഇതുവരെ ഇത് ആരും പറഞ്ഞു തന്നില്ല. അപ്പൊ ദൈവവചനം അതിൻ്റെതായ നിലയിൽ മനസ്സിലാക്കുന്ന ഒരു ഭൂമിയിൽ കുറവാണ്. ഞങ്ങള് ദൈവവചനം പഠിപ്പിച്ച ആ വയസ്സായ വൃദ്ധൻ എപ്പോഴും പറയും, ഒരു വാക്യം അടർത്തി എടുത്തോണ്ട് പോയി, പിന്നെ വേറെ പല ഭാഗങ്ങൾ കൂടി അടർത്തി എടുത്തോണ്ട് പോയി, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ വാക്യങ്ങൾ എടുത്ത് തപ്പിപ്പിടിച്ച് പ്രസംഗിച്ച് ഒരു വലിയ പ്രസംഗം നടത്തി അങ്ങ് പോവുകയാണ്. ഇത് ജനത്തിന് പ്രയോജനമുണ്ടോ? ഈ പ്രസംഗം കൊണ്ട് ജനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾക്കറിയാമോ, ഒരു രാഷ്ട്രീയക്കാരൻ, LDF-കാരനായ ഒരു പ്രസംഗത്തിൽ വിദഗ്ധനായ ഒരു വ്യക്തി പ്രസംഗിച്ചാൽ അവൻ UDF-കാരനാകും. അല്ല, LDF-കാരൻ പ്രസംഗിച്ചാൽ LDF-കാരനായി മാറും. കാരണം എന്താ? അതിന്റെ പ്രസംഗത്തിന്റെ വാഗ്ഭവം, അതിന്റെ ചാതുരിത, അതിന്റെ അർത്ഥസമ്പുഷ്ടമായ കാര്യങ്ങൾ. ഒരുപക്ഷെ പൊള്ളയായിരിക്കും, അത് പ്രസംഗിച്ച് LDF ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിസമാണ് മനുഷ്യന് വേണ്ടതെന്ന് അവർ ശക്തിയോടെ പല കാര്യങ്ങൾ വെച്ച് പ്രസംഗിക്കുമ്പോൾ KSU-കാരൻ കമ്മ്യൂണിസ്റ്റുകാരനായി മാറും. അത് ലോകത്തിന്റെ കാര്യമാണ്. എന്നാൽ ഇവിടെ ദൈവവചനത്തിന്റെ നിർമ്മല സത്യങ്ങൾ പ്രസംഗിച്ചു വെക്കുന്നില്ലെങ്കിൽ ജനം അന്ധമായി വിശ്വസിച്ച് മുൻപോട്ട് പോകും. ഇവിടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമുക്ക് ശിക്ഷാവിധിയില്ല. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ മുമ്പോട്ട് പോകാം. അടുത്ത വാക്യം വായിച്ചാടുന്നത് റോമർ 8-ന്റെ അടുത്ത വാക്യം. ഹല്ലേലൂയ. 8-ന്റെ 2-ാം വാക്യം, ഈ 1 കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും. ഏതാണ് ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം? ഇതൊക്കെ പഠിച്ചു വരുമ്പോ മനസ്സിലാക്കും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം 6. ആ പ്രമാണം അടുത്ത പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം തന്ന പ്രമാണം ഏതാ? അതാണ് നേരത്തെ വെച്ചത്, ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം. അപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വിട്ട് പിന്നെയും പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം പ്രസംഗിച്ചുകൊണ്ടിരുന്നാലുള്ള കുഴപ്പം എന്താ? ദൈവത്തോട് ചേർന്ന് മനസ്സിലാക്കുക. നമ്മള് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ജനത്തെ പ്രസംഗിച്ച് ജീവനിലേക്കും ആത്മാവിലേക്കും ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുന്നത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആ സമൃദ്ധിയായ ജീവനിലേക്ക് ദൈവമക്കളെ ദൈവവചനം പ്രസംഗിച്ച് അവരെ നടത്തി, അവരെ ആത്മീയമായി വളർത്തി, ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവിലേക്ക് അവരെ നടത്തുന്നില്ലെങ്കിൽ അവരെങ്ങനെ ദൈവരാജ്യത്തിന്റെ അംശികളാകും? ചോദ്യം. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാം. ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അങ്ങ് പെട്ടെന്ന് പോവാ. ആമേൻ. കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജനത്തിന്റെ സദൃശത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശുക്രിസ്തുവിനെ എന്തിനാണ് ജഡത്തിൽ കിട്ടാന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ കുറെ തത്വജ്ഞാനമൊന്നും പറയണ്ട, ഈ വാക്യം കൊണ്ട് പറഞ്ഞാൽ മതി. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശുക്രിസ്തുവിന്റെ ജഡശരീരത്തിൽ സർവ്വലോകത്തിന്റെ പാപത്തിന്റെ ശിക്ഷ കർത്താവിന്റെ ജഡശരീരത്തിൽ വിധിച്ച് കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിന് വിടുതൽ കിട്ടി. അതിന്റെ ശുദ്ധമായ മലയാളം. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാം. നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഏറ്റവും പ്രധാനമായ വിഷയത്തിലേക്ക് നമ്മൾ എന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു. 1-ാം വാക്യത്തിൽ എന്താ എഴുതിയിരുന്നത്? ഇല്ല. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ഒരു ശിക്ഷാവിധിയുമില്ല. എന്നിട്ട് ഇപ്പൊ ഇവിടെ പറയുകയാണ്,
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി ആത്മാവിനെ അനുസരിച്ച് നടന്നാലേ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മിൽ നിവൃത്തിയാകുകയുള്ളൂ. ഇതൊക്കെ വലിയ ആത്മീക യാഥാർത്ഥ്യങ്ങളാണ്. ഒരുപക്ഷെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നത് പോലെയുള്ള അനുഭവമാണ്. ഇനി 5-ാം വാക്യം തൊട്ടാണ് ഈ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് വരുന്നത്. 5-ാം വാക്യം വായിക്കും. അപ്പൊ ഇവിടെ 2 സ്വഭാവം, ഒന്ന് ജഡസ്വഭാവം, ഒന്ന് ആത്മസ്വഭാവം. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന നമുക്കുണ്ടാകേണ്ട സ്വഭാവം എന്താണ്? ആത്മസ്വഭാവം. നമ്മളിൽ ആത്മസ്വഭാവം ഉണ്ടോ? ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ആത്മനിറവിൽ ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മളിൽ, അന്യഭാഷ സംസാരിക്കുന്ന നമ്മളിൽ ആത്മസ്വഭാവമുണ്ടോ? അടുത്ത വാക്യത്തിലേക്ക് വരാം. അപ്പൊ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും, ജഡത്തിന്റെ ചിന്ത എന്താ? അപ്പോ ആത്മാവിന്റെ സ്വഭാവവും ആത്മാവിന്റെ ചിന്തയും നമ്മളിൽ ഉണ്ടാകണം. ഇതാ റോമലേഖനത്തിന്റെ പഠനം. അടുത്ത വാക്യം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കഴിയുന്നതുമല്ല. അടുത്ത പോലെ. അപ്പൊ ജഡസ്വഭാവം, ആത്മസ്വഭാവം, ആത്മാവിന്റെ ചിന്ത, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? ജഡത്തിന്റെ സ്വഭാവം. ജഡത്തിന്റെ സ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഏത് സ്വഭാവമുള്ളവർക്ക് പ്രസാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ? ആത്മസ്വഭാവം. ആത്മസ്വഭാവവും ആത്മഫലങ്ങളും ആത്മവരങ്ങളും ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാം കെണിയിൽപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ വിഷയങ്ങളെ കേട്ടുകൊണ്ട് ഹൃദയത്തിൽ ഈ വചനങ്ങളെ ഏറ്റെടുത്ത് നമ്മളെ തന്നെ തിരുത്തുവാൻ ഇടയായി തീരുന്നെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മനോഹരമായി തീരും. നിത്യതയിൽ പോകാൻ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ സ്വർഗരാജ്യം തനിച്ചു കിടന്നാലും നമുക്കാർക്കും അങ്ങോട്ട് സ്ഥാനം കിട്ടും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി ഇന്നലെയും കൂടി ചിന്തിച്ച കാര്യമാണ്. സ്വർഗരാജ്യം ആർക്കാ കിട്ടുന്നത്? സ്വർഗരാജ്യം ദൈവത്തിന്റെ മക്കൾക്കാണെങ്കിൽ സ്വർഗരാജ്യം കിട്ടുകയല്ലാതെ പിടിച്ചടക്കുകയാണ് കർത്താവ്. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. അടുത്ത ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സ്വർഗരാജ്യം പിടിച്ചെടുക്കുക എങ്ങനെ? ഈ പ്രമാണങ്ങൾ അനുസരിച്ച് എനിക്ക് സ്വർഗത്ത് പോകണം, എനിക്ക് നരകത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന എന്നെ കർത്താവ് രക്ഷയിലേക്കും സ്നാനത്തിലേക്കും അഭിഷേകത്തിലേക്കും വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും നടത്തിയെങ്കിൽ എന്നിൽ എന്തുണ്ടാകണം? ആത്മസ്വഭാവം ഉണ്ടാകണം, ആത്മാവിന്റെ ചിന്തകൾ ഉണ്ടാകണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന അനുഭവം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ സ്വർഗരാജ്യം പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിടിച്ചെടുക്കുമ്പോൾ അത് നരകമായി പോയി. മനസ്സിലായോ? സ്വർഗരാജ്യത്തെ പിടിച്ചെടുക്കുക, സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കുക. നമ്മൾ വിശ്വാസികളൊക്കെ മരിച്ചു കഴിയുമ്പോൾ പാസ്റ്റർമാര് ചെയ്യുന്ന പണിയെന്താണ്? എനിക്കത് വലിയ സങ്കടമുള്ള കാര്യം. ഒരു ഗുണമില്ലാത്തവൻ ചത്തു കഴിയുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? കർത്താവിന്റെ ദാസൻ തക്ക സമയത്ത് ദൈവം തന്നെ വിളിച്ച സമയത്ത് അങ്ങോട്ട് പോകാനിടയായി, താൻ്റെ ആത്മാവ് നിത്യത്തിൽ വിശ്രമിക്കുക. എവിടെ ചുമ്മാ പറയും? അത് ഞാൻ ചോദിക്കണതല്ല. ഈ റോമർ 3, 6, 8 ഈ അധ്യായങ്ങളിലുള്ള ആത്മീയ അനുഭവത്തിലൂടെയാണ് ജീവിച്ചവ മരിച്ചത്. എന്റെ ചോദ്യം അത്. അപ്പൊ ചോദിക്കും, പാസ്റ്റർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടിച്ചിടണ്ടേ? കുടിച്ചിടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? പറയണം. ചെയ്തോന്നേ, ഒരു കുഴപ്പമൊന്നുമില്ലെന്നേ. എന്നെ ഒരു മരണവിശേഷയ്ക്ക് വിളിച്ചു. ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ മരിച്ചു, 23 വയസ്സുണ്ട്. അവൻ ഗുരുതം കെട്ടവനാണെന്ന് ഞാൻ അവന്റെ അപ്പനോട് ദൂത് പറഞ്ഞു. പക്ഷേ അവര് ശ്രദ്ധിക്കാതെ കൂട്ടുകെട്ടിൽ പോയി അവൻ നശിച്ച് നാമാവിശേഷമായി മരിച്ചു കഴിഞ്ഞപ്പോൾ
അനുശോചനം പറയാൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, ഞാൻ തിരക്കാന്ന് പറഞ്ഞു. ഞാൻ സ്ഥലം വിട്ട് കളഞ്ഞു തിരക്കാൻ. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മരണാനന്തര ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവവചനത്തിന്റെ പ്രമാണം നമ്മൾ അനുസരിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ രാജ്യത്തിൽ നമ്മൾ പോകത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ, എന്റെ സ്നേഹിതൻ പറഞ്ഞ പോലെ, ദൈവരാജ്യം തരിച്ചു കിടന്നാലും സ്വർഗരാജ്യം തരിച്ചു കിടന്നാലും വ്യവസ്ഥ പാലിക്കാത്ത ഒരുത്തരെയും അങ്ങോട്ട് ദൈവം കേട്ടത്തില്ല. പൗലോസ് റോമർ 8 പഠിപ്പിക്കുന്ന പഠനം, ആത്മ സ്വഭാവം നമുക്കുണ്ടായിരിക്കണം, ആത്മാവിന്റെ ചിന്ത നമുക്കുണ്ടായിരിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന അനുഭവം. 3 കാര്യങ്ങൾ. ഇത് ആർക്കുണ്ടോ അവർക്ക് പോവാം, ഒരു കുഴപ്പമില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം പാവസ? ഈ വചനം എടുത്ത് പ്രസംഗിക്കണം. സങ്കീർത്തനം പാടിക്കൊണ്ടിരുന്ന കാര്യം നടക്കും. റോമാലേഖനവും ഗലാത്യ ലേഖനവും എഫേസ്യ ലേഖനവും ലേഖനങ്ങൾ എടുത്ത് ശക്തിയോട് ജനത്തെ പ്രസംഗിച്ച് അവരെ ആ ആത്മീയ അനുഭവത്തിലേക്ക് അവരെ നടത്തണം. അതാ ഞാൻ പറഞ്ഞ പെരുമ്പാവൂരുള്ള ദൈവസഭയുടെ ഒരു ഹബ്ബാണ്. ദൈവരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടനുസരിച്ച് ജീവിച്ചാൽ തുറന്നു പോവാം. അപ്പൊ ചോദിക്കും, മറ്റുള്ള സഭകൾ ഇത് പഠിപ്പിച്ചാൽ പോകാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് വിഷയമില്ല. ഏത് സഭയാണെങ്കിലും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ് പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ വ്യവസ്ഥ പ്രകാരം അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ച് സഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുന്ന അനുഭവം ഏത് സഭകൾക്കുണ്ടെങ്കിലും ആ സഭകൾക്ക് ദൈവരാജ്യത്തിൽ പോകാൻ ഒരു തടസ്സവുമില്ല. ഇല്ലെങ്കിലോ സംഭവം കുഴഞ്ഞത് തന്നെ. എനിക്ക് സഭകളോടൊന്നും ഒരു എതിർപ്പില്ല. ഇടയ്ക്കൊരു സഹോദരൻ പറഞ്ഞ 1000കണക്കിന് സഭ കേരളത്തിലുണ്ടെന്ന്. ഉണ്ടാകട്ടെ, നല്ല കാര്യം. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരം ജയിക്കില്ല. കർത്താവിന്റെ സഭ, ആ കർത്താവിന്റെ സഭയെ രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അയച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വന്നവരെ കർത്താവ് തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് അർത്ഥം. 42-ലാണ് ആ വാക്യം, 2:42. അതിന്റെ അവസാന വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, കർത്താവ് തന്റെ ജനത്തെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാ സഭ. ആ സഭയിൽ പ്രസംഗിക്കപ്പെടേണ്ട ഉപദേശമാണ് ഇന്ന് തൽക്കാലം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1, നമുക്ക് എന്ത് വേണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. 2, ആത്മ സ്വഭാവമുള്ളവരായി മാറണം. 3, ആത്മാവിന്റെ ചിന്ത രക്ഷിക്കപ്പെട്ട നമുക്കുണ്ട്. 3 കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പുസ്തകത്തിലുള്ളതായിരുന്നു. പുസ്തകത്തിൽ ഇല്ലാത്ത ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ അടുത്ത് നമുക്ക് പെട്ടെന്ന് സമയം 1/2 മണിക്കൂറുള്ളതിൽ പെട്ടെന്ന് പോവാം. ഞാൻ അടുത്ത് വായിച്ചാട്ടെ. 8-ാം വാക്യം വായിച്ച സഹോദരൻ, അല്ല 7 വായിച്ചു. അപ്പൊ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട്. അപ്പൊ നമുക്കുണ്ടാകേണ്ട ചിന്ത ഏതാ? പറഞ്ഞോ? ആത്മാവിന്റെ ചിന്ത. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം. അത് മരണത്തിന്റെയാ, അത് നരകത്തിന്റെയാ. ആത്മാവിനെ പ്രാപിച്ചവൻ ആത്മാവിൽ ചിന്തിക്കണം. ഞാനിങ്ങോട്ട് വരാൻ നേരത്ത് കർത്താവേ, ഇന്ന് നല്ല ചില വചനത്തിന്റെ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ ദൈവകൃപയിൽ നിലനിർത്തണമെന്ന് പ്രാർത്ഥിച്ചു, വളരെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഒരു ടച്ചിങ് എനിക്കും വേണം. ഇത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഞാൻ ഈ അവസ്ഥയിൽ നടക്കുന്ന ആളാണ്. നോ, അല്ല. ഈ ലോകത്ത് ജീവിക്കുക, ലോകത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ ഇടപാടുകളും ഒക്കെ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോടും നിന്നോടും പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ആത്മ സ്വഭാവമുള്ളവരായി മാറണം, ആത്മാവിന്റെ ചിന്ത നമുക്കുണ്ടാകണം. ജഡത്തിന്റെ ചിന്ത ഉണ്ടായാൽ ദൈവത്തിന് ശത്രുത്വമാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. 8-ാം വാക്യം വായിച്ചു. ജഡസ്വഭാവം നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി?
വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. പടയുന്നൊന്ന് വായിച്ചാൽ 1 കൊരിന്ത്യർ 10-ന്റെ എല്ലാവരും വേദോസ്തം എടുത്തത് വായിക്കുകയും കൂടി ചെയ്യുക. ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പൗലോസ് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 10-ന്റെ 1 മുതൽ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും ആയിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും വേഗത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഓരോ ആത്മീയമാക്കത്തിൽ നിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച് അവരെ അനുഗമിച്ചു. ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും മിക്കവരും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. സ്തോത്രം. അവർ ശ്രദ്ധിക്കുക, മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞു. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ നമ്മളിവിടെ എന്താ വായിച്ചത്? റോമർ 8-8 എന്താ വായിച്ചത്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ജഡസ്വഭാവം ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞ ഇസ്രായേൽ മക്കളെ പോലെ നമ്മളുമായി. ഈ സത്യം നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവാത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട സ്വഭാവം ആത്മസ്വഭാവം. ആത്മാവുള്ളൊരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവുള്ളൊരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ചിന്ത ആത്മാവിന്റെ ചിന്ത. ഇതാണ് റോമാലേഖനം 8-ാം അധ്യായം പഠിപ്പിക്കുന്നത്. ഈ അനുഭവത്തിലൂടെ വന്നാൽ മാത്രമേ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടൂ. കർത്താവ് വരുമ്പോൾ രൂപാന്തര ശരീരം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പാട്ടും പാടി പുട്ടുപടിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോയി അവസാനം പോയി നാശത്തിച്ചെന്ന് വീഴാം. അതുകൊണ്ട് റോമാലേഖനം 3, 6, 8 ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീട്ടിലിരുന്ന് നന്നായിട്ടൊന്ന് വായിച്ചു പഠിക്കണം. ഈ പറയുന്ന ഡിസ്ക് നിങ്ങൾ ഒന്നുകൂടി വെച്ച് കേൾക്കണം. എന്താ വായി പറയുന്നതെന്ന്. എന്റെ കുറെ അഭിപ്രായങ്ങളല്ല ഞാനിവിടെ പറയുന്നത്. റോമാ സഭയെ അല്ലെങ്കിൽ സർവ്വലോകത്തെയും അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വചനത്തിന്റെ പഠനങ്ങളും ഉപദേശങ്ങളുമാണ് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിടുവായ്ത്തരം പറയല്ല. അങ്ങനെ വചനം പഠിപ്പിക്കുന്നവർ ഇന്ന് ഭൂമിയിൽ കുറവാ. എല്ലാവരും അവരവരുടെ ലാഭത്തിന് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മരം നട്ടാൽ അതിൽ എന്തെങ്കിലും തിന്നാം, എന്തെങ്കിലും ഫലം ഉണ്ടാകാം, അല്ലെങ്കിൽ അത് വളർന്ന് വലുതായാൽ വിറ്റ് കാശുണ്ടാക്കാം. ഇതാണ് ഇന്നത്തെ സുവിശേഷ വേലയുടെ നല്ലൊരു പങ്കും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ഇന്ന് ആർക്കും മനസ്സില്ല. അതുകൊണ്ട് ഈ പ്രസംഗങ്ങൾ നന്നായിട്ട് കേട്ട് പഠിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരും അത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ. അപ്പൊ ദൈവാത്മാവ് നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിലുള്ളവരല്ല. ദൈവാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ എന്ത് വേണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ആത്മസ്വഭാവം ഉണ്ടാകണം, ആത്മാവിന്റെ ചിന്ത ഉണ്ടാകണം, ആത്മഫലങ്ങളും ആത്മവരങ്ങളും നമ്മളിൽ ഉണ്ടാകണം. ഇതൊക്കെ ആരാ പറയുന്നത്? ഓക്കെ, അടുത്ത വാക്യത്തിൽ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പൊ ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മരണമില്ലെന്നല്ല, മരണമുണ്ട്. പക്ഷെ ആ മരണം വാക്യൊന്നുമായി ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടത്. ആദാമി പാപനിമിത്തം ഈ ശരീരം മരിക്കണം. പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതോടെ നമുക്ക് ലഭിച്ചു. എന്നാലും നമ്മൾ മരിച്ചേ പറ്റൂ. എന്താ? ആദാമി പാപത്തിന്റെ പിന്തുടർച്ചക്കാരായ വ്യക്തികളായതുകൊണ്ട് നമ്മൾ മരിച്ചേ പറ്റൂ. പക്ഷെ അങ്ങനെ മരിച്ചാലും ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട്
നീതി നിമിത്തം നിത്യജീവനിലേക്ക് നമ്മൾ പോകുമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്യം വായിക്കും. യേശുവിനെ ആ. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ആമേൻ. നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ആമേൻ. നിങ്ങളിൽ വസിക്കുന്ന ആ. തന്റെ ആത്മാവിനെ കൊണ്ട് ആ. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അപ്പൊ ജീവിപ്പിക്കും. നമ്മുടെ മർത്യ ശരീരങ്ങൾ എങ്ങനെയാ ജീവിപ്പിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്ന വസിക്കുന്നത്. അപ്പൊ ദൈവാത്മാവ് വസിക്കുന്നില്ലെങ്കിലോ? അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. ചേട്ടനോട് പോയി ഒന്നില്ല. അഭിഷേകം പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ആത്മ സ്വഭാവവും ആത്മാവിനനുസരിച്ച് നടക്കുകയും ആത്മാവിന്റെ ചിന്തകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. ഇത് ഉപദേശമാ, വചനത്തിന്റെ ഉപദേശമാ. ലോകത്തിൽ ഒരു മനുഷ്യനെ ഇത് തട്ടിക്കളഞ്ഞുകൊണ്ട് നിത്യത പ്രാപിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. ഉപദേശം പല നിലയിലാണ് ഓരോരുത്തരും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യാവർ എന്ത് പഠിപ്പിക്കുന്നോ അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊന്ന് കൂട്ടാനോ കുറയ്ക്കാനോ കൂട്ടിക്കളയാനോ കൂട്ടിയിറക്കാനോ ഒന്നും നമുക്ക് അവകാശമില്ല. ഇന്നത് പലതും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ഉയർപ്പ് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? മരണാനന്തര ജീവിതം കഴിഞ്ഞ് നമുക്ക് ഉയർപ്പ് എങ്ങനെ കിട്ടും? ഈ വാക്യം എടുത്തങ്ങ് പറഞ്ഞാൽ മതി. ഈ വാക്യം എടുത്തങ്ങോട്ട് വിശകലനം ചെയ്യാതെ അത് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു വെച്ചാൽ മതി. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ എന്ത് വേണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മ സ്വഭാവമുള്ളവരായി മാറണം. ആത്മാവിന്റെ ചിന്തയുള്ളവരായി മാറണം. ഇതാണ് പ്രധാന വിഷയം. ആത്മാവുണ്ടെന്ന് പറഞ്ഞില്ല, അന്യഭാഷയും പറഞ്ഞ് തോന്നിയ പോലെ ജീവിക്കാനല്ല. ഇതൊക്കെ കട്ടിയായ ഉപദേശങ്ങളാണ്, കാതലായ ഉപദേശങ്ങളാണ്, ഒരിക്കലും മാറ്റപ്പെടാൻ പറ്റാത്ത ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങൾ പറയേണ്ടതിന് പകരം തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. കർത്താവ് അപ്പോസ്തലന്മാരെ ഉപദേശം പരമേൽപ്പിച്ചത് പുതിയ നിയമസഭ അത് കേട്ടനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ ഉയർപ്പ് എങ്ങനെ ലഭിക്കും? ക്രിസ്തുയേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന, ആത്മ സ്വഭാവമുള്ള, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവിന്റെ ചിന്തയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ എന്തുള്ളൂ? ഉയർപ്പുള്ളൂ. ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ തോന്നിയതുപോലെ നടന്നാൽ എന്റെ കാര്യവും പോകാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇനി അതിന്റെ 10-ാം വാക്യം വായിക്കാം. അല്ല 12-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിലല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. അപ്പൊ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ മരിക്കും. ജഡത്തിന് കടക്കാരുമല്ല. അടുത്ത ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ ഫലിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതൊരു പ്രധാന വാക്യം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജഡത്തിന്റെ സ്വഭാവവും ജഡത്തിന്റെ ചിന്തകളും ജഡത്തിന്റെ വികാരങ്ങളൊക്കെ നമുക്ക് വരും. അതിനെ ജയിക്കാനുള്ള ഒരു പ്രസ്താവനയാണ്, ഒരു ഉപദേശമാണ് ഇവിടെ പറയുന്നത്. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ, ചിന്തകളെ, ഇടപാടുകളെ, നിരൂപണങ്ങളെ നമ്മൾ മരിപ്പിച്ചു കൊണ്ടിരിക്കണം. എത്ര വരെ മരിപ്പിക്കണം? മരണം വരെയും ജീവശ്വാസം പോകുന്നവരെയും നമ്മളിൽ ഉയർന്നു വരുന്ന ജഡത്തിന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ഇടപാടുകളെയും അതിന്റെ രീതികളെയും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് അതിന്മേൽ നമ്മൾ ജയമെടുത്ത് ആ ജഡ സ്വഭാവത്തെ മരിപ്പിക്കണം. ജഡത്തിന്റെ ഇച്ഛകളെ മരിപ്പിക്കണം. ജഡത്തിന്റെ ആഗ്രഹങ്ങളെ മരിപ്പിക്കണം. ജഡത്തിന്റെ എല്ലാവിധ ഇടപാടുകളെയും നമ്മൾ മരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും, ഡേ ബൈ ഡേ.
ഈ ഉപദേശമൊന്നും ആർക്കും ദഹിക്കില്ല പ്രിയമുള്ളവർ, എനിക്കറിയാം നന്നായിട്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവം നിന്നെ വിടുവിക്കുന്നു, ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം കൊണ്ട് ഇവിടെ അങ്ങ് മുഖരിതമാവും, ഭയങ്കര ബഹളമായിരിക്കും. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ജഡത്തിന്റെ നിയന്ത്രണം നമ്മളിൽ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രധാന വിഷയം. അതിനൊരു മാറ്റം വരണം ഈ സന്ദേശത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അടുത്ത വാക്യം, നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ റോമർ 8:1 ദൈവാത്മാവിനാൽ നടത്തപ്പെടണമെന്നും എഴുതുന്നു. അപ്പൊ ആത്മാവിനാൽ നടത്തപ്പെടുന്ന നിങ്ങൾ വായിച്ച വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത്. നേരത്തെ വായിച്ച വാക്യം, നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ ദൈവാത്മാവിനാൽ നടത്തപ്പെടാത്തവർ ആരാ? ദൈവത്തിന്റെ മക്കൾ. അബ്രഹാമിന് സ്തോത്രം 2 മക്കളുണ്ടായിരുന്നു. ഒന്നാരായിരുന്നു? ഇസഹാക്ക്. പിന്നെ ഒന്നാരായിരുന്നു? ഇസ്മയേൽ, അല്ലേ? ഇസ്മയേൽ ദൈവത്തിന്റെ മകനാണ്. ഇസഹാക്കാണ് യഥാർത്ഥ ദൈവത്തിന്റെ മകൻ, വാഗ്ദത്ത സന്തതി. ഇത് അന്യായമായ നിലയിലുണ്ടായതാ. അപ്പൊ ഇന്ന് സഭകൾ കിടക്കുന്ന മുഴുവൻ ഇസ്മയേലിന്റെ സന്തതികളാണെന്ന് പറഞ്ഞു വെച്ചാൽ ഞാനങ്ങ് സംശയിക്കുക. കാരണം ജഡത്താൽ നടത്തപ്പെടുന്നു. രക്ഷാസ്ഥാനം, പരിശുദ്ധാമോക്ഷം, വിശുദ്ധി, വേർപാട്, ഇതൊക്കെ വെറും ജലരേഖകളായി പോയി സഭയിൽ നിന്ന്. ആത്മാവിനാൽ നടത്തപ്പെടുകയും ആത്മസ്വഭാവവും ആത്മാവിന്റെ ചിന്തകളും ഇന്ന് വിശ്വാസികളിൽ ലവലേശം പോലും കാണാൻ കഴിയുന്നില്ല. കോടതി കയറി വഴക്കുണ്ടാക്കി തമ്മിൽ തല്ലി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നവരിൽ എന്താ ആത്മസ്വഭാവം എന്നാ പറയുന്നേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്ത വാക്യം വായിച്ച നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതില്ല. ദാസത്തിന്റെ ആത്മാവിനെ അല്ല നാം അഭാപിതാവേ എന്ന് വിളിക്കുന്നു. പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയും. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളതിന് എന്താ തെളിവ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇരുന്നു കൊണ്ട് സാക്ഷ്യം പറയും നമ്മൾ ദൈവത്തിന്റെ മക്കൾ. ഇവിടെ വന്നിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആത്മാവോട് സാക്ഷ്യം പറയണം, അല്ലെങ്കിൽ ദൈവമക്കളല്ല. ആത്മാവിനെ പ്രാപിച്ചു 2 അന്യഭാഷ പറഞ്ഞു തൃപ്തിപ്പെടരുത്. ആത്മാവിനാൽ നടത്തപ്പെടണം, ആത്മസ്വഭാവം ഉണ്ടാകണം, ആത്മാവിന്റെ ചിന്ത ഉണ്ടാകണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അടുത്ത വാക്യം, നാം മക്കളെങ്കിലും അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നമ്മുടെ അവകാശം എന്താ? പത്രോസ് കൃത്യമായിട്ട് പറയുന്നു, ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. നമ്മുടെ അവകാശം രൂപാന്തര ശരീരമാണ്. നമ്മുടെ അവകാശം 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം പങ്കുലഭിക്കണമെന്നുള്ളതാണ്. നമ്മുടെ അവകാശം പുതിയ ആകാശം, പുതിയ ഭൂമിയിൽ നമുക്കൊരു അവകാശം ലഭിക്കണം. അതാണ് നമ്മുടെ അവകാശം. അപ്പനമ്മമാര് മരിക്കാൻ നേർക്ക് ഈ ഭൂമിയിലുള്ള സ്വത്തൊക്കെ മക്കൾക്ക് വീതം വെച്ച് കൊടുത്തിട്ട് പോകും. അതിവിടെ കൊണ്ടേ തീരും. ഇത് ഇവിടത്തെ കാര്യങ്ങളാ. ഇതൊന്നും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആത്മീയമായി നമ്മൾ ദൈവദിനത്തിലൂടെ പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് നമ്മൾ ഇന്ന് പഠിക്കുന്ന വചനവസ്തുപ്രകാരം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ആത്മ സ്വഭാവമുള്ളവരായി തീരുകയും ആത്മാവിന്റെ ചിന്തയുള്ളവരായി ജീവിക്കുകയും ആത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിന്റെ അംശങ്ങളായി തീരാൻ കഴിയത്തുള്ളൂ. അടുത്ത വാക്യത്തിലേക്ക് വരാം. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശം. സോറി, അവിടെ നിൽക്കട്ടെ. എഫേസ്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു. എഫേസ്യർ 3:6. എഫേസ്യർ ലേഖനം 3:6 എന്നെടുത്ത് വായിച്ചു. ആരും
കിട്ടിയൊരു പെട്ടെന്ന് വായിച്ചു. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശം ഏക ശരീരം വാഗ്ദത്തത്തിൻ പങ്കാളികൾ. അതാണ് അവിടെ അവകാശം. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പങ്കാളികളായി തീരുന്നു. ക്രിസ്തുവിന്റെ കൂട്ടവകാശം. യേശു ക്രിസ്തുവിന് കിട്ടിയ അവകാശങ്ങൾ എന്തൊക്കെയാണ്? യേശു ക്രിസ്തുവിന് കിട്ടിയ അനുഗ്രഹം എന്താണ്? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, നമുക്കും അവകാശമുണ്ട്. അവന് രൂപാന്തര ശരീരം കിട്ടി, നമുക്കും അവകാശമുണ്ട്. അവൻ സ്വർഗരാജ്യത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കാൻ ഇടയായി തീർന്നു, നമുക്കും അവകാശമുണ്ട്. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പം വാഴുന്നൊരു അവകാശം നമുക്കുണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ പങ്കാളികളാകുന്ന ഒരു അവകാശം നമുക്കുണ്ട്. ഇത് വല്ലതും ഇന്നോരാണെങ്കിൽ പഠിപ്പിക്കലുണ്ട്. ചുമ്മാ കിടന്ന് കുറെ ബഹളം വെച്ചിട്ട് ഇറങ്ങി പോവുകയല്ലേ. ദൈവമക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോസ്തലന്മാരുടെ ശക്തേറിയ പഠിപ്പിക്കലാണ്. അടുത്ത വാക്യത്തിലേക്ക് വരാൻ സഹോദരൻ, പെട്ടെന്ന് നിർത്താമോ? അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് ഇത് കിട്ടുള്ളൂ. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് ഇത് കിട്ടത്തുള്ളൂ. ദൈവരാജ്യത്തിലേക്ക് പോകാൻ കർത്താവ് വെച്ചിരിക്കുന്ന വഴി ഏതാ പറഞ്ഞേ? ഇടുക്കമുള്ള വഴി. ഇന്ന് ഇടുക്കം ആർക്കെങ്കിലും വേണോ? ഞെരുക്കം ആർക്കെങ്കിലും വേണോ? ഇച്ചിരി ഭൗതിക സൗകര്യം കുറഞ്ഞു കഴിഞ്ഞാൽ മുറിമുറുക്കാൻ തുടങ്ങത്തില്ലേ നമ്മള്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത നിലയിൽ മുറിമുറുക്കുന്നവരാണോ നമ്മൾ? ദൈവരാജ്യമില്ല. ഇടുക്ക് വഴിയിലൂടെ ആത്മ സ്വഭാവമുള്ളവരായി, ആത്മാവിന്റെ ചിന്തയുള്ളവരായി, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി, ആത്മഫലങ്ങളാലും വരങ്ങളാലും നിറഞ്ഞൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ ദൈവസന്നിധിയിൽ നമ്മൾ ചെന്നെത്തുള്ളൂ. ഇതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഉപദേശിക്കാൻ തന്നെ പറ്റത്തില്ല. ഉപദേശിക്കുന്നവർക്ക് പോലും ഇതനുസരിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഓർത്തോണം. ഇതനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ലെന്ന് നാം ഹൃദയത്തിൽ ചിന്തിക്കണം. ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഈ സന്ദേശം നമുക്കിടയായി തീരട്ടെ. അടുത്ത വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പൊ കഷ്ടങ്ങൾ സാരമില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്, ആദാം ഹവ്വയും നഷ്ടപ്പെടുത്തിയ തേജസ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. ആ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നുണ്ട്. അപ്പൊ തേജസ് വിചാരിച്ചില്ലെങ്കിലോ പറഞ്ഞേ, കഷ്ടങ്ങൾ സാരമുള്ളതായിട്ട് തീരും. ബുദ്ധിമുട്ട് ഒരു പ്രയാസമായി മാറും. കഷ്ടത ഒരു ബുദ്ധിമുട്ടായി തീരും. ഇടയ്ക്കിടയ്ക്ക് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, രൂപാന്തര ശരീരം, ദൂതതുല്യരായ ഒരു ശരീരം നമുക്ക് കിട്ടും. തേജസ്സിന്റെ ശരീരം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഹൃദയത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ഇടുക്കമുള്ള വഴിയിലൂടെ പോകുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇല്ലെങ്കിൽ പിറുപിറുത്ത് കർത്താവിനെ തള്ളിക്കളഞ്ഞ് നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായി പോകും. ഓർത്തുകൊള്ളണം. അടുത്ത വാക്യത്തിലേക്ക് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അടുത്ത ദൈവമക്കളുടെ ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും വൃക്ഷങ്ങളും മൃഗങ്ങളും എല്ലാം എന്ത് ചെയ്യുക? അവർക്കൊരു രൂപാന്തരമുണ്ട്. ദൈവമക്കൾക്കൊരു രൂപാന്തരം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു രൂപാന്തരം ഉണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. യശയാപ്രവചനത്തിലും മറ്റു പ്രവചന പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്നാൽ ഈ ഭാഗം മാത്രം നമ്മളൊന്ന് ധ്യാനിക്കുക. സ്തോത്രം. അടുത്ത് മനഃപൂർവ്വമായിട്ടില്ല, കൽപ്പന നിമിത്തം അത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഇരിക്കുന്നു.
എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്താ? രൂപാന്തര ശരീരം. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം രൂപാന്തര ശരീരമാണ്. ആ രൂപാന്തര ശരീരത്തിന് വേണ്ടി ആറ്റുനോറ്റ് കാത്തിരിക്കുന്നു. ആത്മാവിനെ പ്രാപിച്ച് ആത്മ സ്വഭാവമുള്ളവരായി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ഭക്തൻ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പ് നമുക്കുണ്ടോ? അടുത്ത പ്രത്യാശയാണല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത്. എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പൊ ഈ കാണുന്നതിലൊന്നും നമുക്ക് പ്രത്യാശയില്ല. ഇനി ലോകത്ത് കാണുന്ന ഒന്നിലും നമുക്ക് പ്രത്യാശയില്ല. ദൈവമക്കളെ, ലോകത്തുള്ള യാതൊന്നിലും നമ്മൾ പ്രത്യാശ വയ്ക്കരുത്. ഒരു വീട് നമുക്കുണ്ടെങ്കിൽ നല്ലത്, കാർ നമുക്കുണ്ടെങ്കിൽ നല്ലത്, മക്കളുണ്ടെങ്കിൽ നല്ലത്, ഏതെങ്കിലും ഭൗതിക സ്വത്തുണ്ടെങ്കിൽ നല്ലത്. അതിലൊന്നും നമ്മൾ പ്രത്യാശ വെച്ച് പോകരുത്. നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം? നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിദ്രകളൊന്നും കരുവില്ലാതിരിക്കുന്ന ആഗ്രഹിക്കുന്നു. പ്രത്യാശ എന്തായിരിക്കണം? കാഹളം ധരിച്ച് കർത്താവ് വരുന്നതായിരിക്കണം നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ കർത്താവ് വാനമേഘത്തിൽ വരുമ്പോൾ രൂപാന്തര ശരീരം പ്രാപിച്ച്, അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ലോകത്തിന്റെ ചപ്പിന്റെയും ചവറിന്റെയും പിറകിൽ പ്രത്യാശ വയ്ക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അപ്പൻ 10 ഏക്കർ സ്ഥലം മക്കൾ അയച്ചു കൊടുത്ത കാശ് കൊണ്ട് വാങ്ങി എഴുതി പേരിൽ കൂട്ടി വീട്ടിന്റെ വരാന്തയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ വയസ്സിന്റെ ഉള്ളിലുള്ള പ്രത്യാശ എന്താ? ഞാൻ ചത്തു കഴിഞ്ഞാൽ 10 ഏക്കർ മക്കൾക്ക് വീതം വെച്ച് കൊടുക്കാം. അത് ഈ ലോകത്തിന്റെ പ്രത്യാശയാണ്. ആ 10 ഏക്കർ വീതം വെച്ച് 4 മക്കള് 2.5 ഏക്കർ വീതം ഓരോരുത്തർക്ക് കൊടുത്തിട്ട് ഇതൊക്കെ അനുഭവിച്ച് നരകത്തിൽ പോയി വീഴുമെന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ കർത്താവ് വരുമ്പോൾ ഒന്നുകിൽ ഞാൻ രൂപാന്തരം പ്രാപിച്ച്, അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടാൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശ. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഇവിടെ പൗലോസ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന 2 വാക്യങ്ങൾ വായിച്ച് ഞാൻ നിർത്താം. അതിന്റെ 26, 27 അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന എന്താണെന്നുള്ളത് അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത നിരക്കുകളാൽ നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷാപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ആത്മ സ്വഭാവമുള്ളവരായിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന ഒരു അനുഭവം. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പുത്രന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമല്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശുക്രിസ്തുവിന് കിട്ടുന്ന രൂപാന്തര ശരീരം, അതാണ് നമ്മുടെ പ്രത്യാശ. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും
വിളിച്ചവരെ നീതീകരിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. തേജസ്കരിച്ചും ഇരിക്കുന്നു. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നുള്ള വിഷയം അവസാനം പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന ഒരു തേജസ്സിന്റെ ശരീരത്തിന് വേണ്ടിയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധാംശം പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആത്മ സ്വഭാവമുള്ള സ്വത്രം. ആ പ്രധാന പോയിന്റ് വിട്ടുകളഞ്ഞാൽ പോയി. നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്താണ്? ആത്മസ്വഭാവം, ആത്മാവിന്റെ ചിന്ത, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന അനുഭവം. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ കഴിയുന്നു. എല്ലാവർക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളടച്ചാൽ, എല്ലാവരും കണ്ണുകളടച്ചാൽ. ഇന്ന് പലക്കാലം ഈ വചനങ്ങൾ ശ്രദ്ധിച്ച് കേട്ടവർ അത് ഹൃദയത്തിൽ ഒന്ന് ധ്യാനിക്കുക. അത് ഒഴുകിപ്പോകാതെ അത് ശ്രദ്ധയോടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് വരും ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിൽ പ്രത്യാശയോടെ നിൽക്കുവാൻ ഈ വചന കേൾവി മുഖാന്തരം, ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം മുഖാന്തരം ദൈവം നമുക്ക് ഇടയാക്കി തീർക്കേണ്ടതിന് നമുക്കൊരു നിമിഷം എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്തൊന്ന് സ്തോത്രം ചെയ്യും. എല്ലാവരും സ്തോത്രം ചെയ്തേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചാൽ സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവമേ, വചനങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ ആ പ്രത്യാശയുടെ ആ പാപത്തിന്റെ സ്വഭാവത്തെ ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്ന പിതാവേ, നീതീകരണത്തെ കുറിച്ചും വിശുദ്ധീകരണത്തെ കുറിച്ചും തേജസ്കരണത്തെ കുറിച്ചും വ്യക്തമായ ദൈവമേ ഞങ്ങളുടെ ദാസന്മാരിലൂടെ കർത്താവെ എഴുതപ്പെട്ടിരിക്കുന്നതല്ലോ. കർത്താവെ, ആ വിഷയത്തിലേക്ക് ഞങ്ങളെ ശ്രദ്ധയുള്ളവരാക്കി കർത്താവ് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവരായി സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിന്റെ സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ. ജഡത്തിന്റെ സ്വഭാവമുള്ളവരല്ലപ്പാ. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് കർത്താവെ ഞങ്ങളെ ആത്മസ്വഭാവമുള്ളവരാക്കി നടത്തണമേ. കർത്താവെ, ഞങ്ങളുടെ ചിന്തകള്, ഞങ്ങളുടെ നോട്ടത്തില്, ഞങ്ങളുടെ സംസാരത്തില്, ഞങ്ങളുടെ നിരൂപണത്തില്, ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളിലെല്ലാം കർത്താവെ ആത്മാവിന്റെ സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ, അവകാശിയാക്കി കൂട്ടവകാശിയാക്കി ദൈവത്തിന്റെ കർത്താവെ ആ അവകാശത്തെ പ്രാപിപ്പാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനകത്ത് ഞങ്ങളെ സമ്പൂർണ്ണമായി തരുന്ന പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നപ്പ എന്ന് കേൾപ്പിച്ച നല്ല ആ ആത്മീയ ഭോജനത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നപ്പ. ഞങ്ങളുടെ ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആമേ, ബലപ്പെടുത്തണമേ. ആത്മാവിന്റെ സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങള്, ഞങ്ങൾ ജീവിക്കുന്ന ഓരോ അനുഭവങ്ങളും കർത്താവേ ഈ ലോകത്തിലാണല്ലോ അപ്പ. ഹല്ലേലൂയ, അതിനകത്തെല്ലാം ഹല്ലേലൂയ ആത്മസ്വഭാവമുള്ളവരാക്കി ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കടന്നു ഞങ്ങൾ മക്കളെ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ, ബലത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കട്ടിൽ തരുന്ന പിതാവേ, ഹല്ലേലൂയ വചനം സംസാരിച്ച ഞങ്ങളുടെ വൃത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെയും ആത്മീകമായി ശക്തീകരിക്കണം. ആത്മാവിന്റെ വലിയ നടത്തിപ്പ് ഞങ്ങളുടെ ദാസനുമേൽ പിന്നെയും പകരണമേ അപ്പ. ദൈവത്തിന്റെ ശവായിയായി ഹല്ലേലൂയ അനേകർക്ക് ആശ്വാസമായി നിരാശയെ മാറ്റുന്ന ആമേൻ ആ പ്രത്യാശയിലേക്ക് ജനത്തെ നയിക്കുന്ന തരത്തിൽ സ്വർഗം അങ്ങയുടെ ദാസനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം കടന്നു വന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഉൾപ്പൂവുകളെ അറിയുന്ന ദൈവം, ആ വേദനകളെ കാണുന്ന ദൈവം, ആ ക്ഷീണത്തെ കാണുന്ന ദൈവം, ആ പ്രയാസത്തെ അറിയുന്ന ദൈവത്തിന്റെ കരത്തിൽ നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്ന പിതാവേ, ദൈവം ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കർത്താവ് തന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ആ വചനങ്ങൾ ഓരോന്നും അനുസരിച്ച് ജീവിക്കേണ്ടതായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം.